ഇറ്റ്സ് സൺഡേ. ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ പാലക്കാട് ഓണം ഷോപ്പിങ്ങിനായിട്ട് പോകണം. ഹസ്ബൻഡിന് ഒഫീഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ആദ്യം കൊല്ലംകോട് പോയി അവിടെ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് പാലക്കാട് എത്തിയത്. അപ്പോൾ ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും അമ്മയും ചേട്ടൻ്റെ ഫാമിലി മോനും എല്ലാവരും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ് വേൾഡിലേക്കാണ് പോയത്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാ വർഷവും അമ്മ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓണത്തിനുള്ള ഡ്രസ്സ് മേടിച്ചത്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ കുത്താമ്പള്ളിയിൽ നിന്ന് തന്നെയാണ് എടുക്കുക. അവിടെ അമ്പലത്തിൽ പോയി അങ്ങനെ അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യും. പക്ഷേ ഇത്തവണ അങ്ങനെ എല്ലാവർക്കും കാര്യമായിട്ട് അവിടെ സെറ്റായില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പാലക്കാട് വന്നത്. പിന്നെ സൺഡേ ആണെങ്കിലും എല്ലാ സൺഡേയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഒഴിവുണ്ടാവില്ല. എന്തെങ്കിലും ഒഫീഷ്യൽ വർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഉണ്ടാവും. അപ്പോൾ ഡ്രസ് വേൾഡ് എത്തിയതും ആദ്യം തന്നെ ആൺകുട്ടികളുടെ ഡ്രസ്സ് എടുത്തു. കാരണം അത് പെട്ടെന്നാവും. പ്രത്യേകിച്ച് വെറൈറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ഏതർ ഷർട്ടും പാൻറ്റായിരിക്കും, അല്ലെങ്കിൽ ടീഷർട്ടും ട്രൗസർ, ആ ഒരു ടൈപ്പാണല്ലോ. അപ്പോൾ അവർ രണ്ടുപേർക്കും ഒരുപോലത്തെ ടീഷർട്ട് വേറെ വേറെ കളറിലായിട്ട് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഗേൾസിൻ്റെ സെക്ഷനിലേക്ക് മോൾക്ക് വാങ്ങാനായിട്ട് പോയപ്പോഴാണ് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. എന്താ പറയുക, കുറേ വെറൈറ്റീസ്, ഫ്രോക്കിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ മോൾക്ക് ഞങ്ങൾ 3 വെറൈറ്റിയിൽ ഫ്രോക്സ് വാങ്ങിച്ചു. 3 ഡിഫറെൻറ്റ് കളറും ഡിഫറെൻറ്റ് ടൈപ്പും ആയിരുന്നു. ദെൻ അത് കുട്ടികളുടെ കാഷ്വൽ ഡ്രസ്സുകൾക്ക് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ 3 കുട്ടികൾക്കും വീട്ടിലിടുന്ന ടൈപ്പിലുള്ള ഡ്രസ്സുകളും കൂടെ ചേച്ചിക്ക് ഒരു ചുരിദാർ മെറ്റീരിയലും എനിക്കൊരു കുർത്താ സെറ്റും വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്കും സാരിയും വാങ്ങിച്ചു. അതിൽ എനിക്കും ചേച്ചിക്കും ഒരേപോലത്തെ സാരി ആയിരുന്നു. ദെൻ ജെൻസിൻ്റെ ഷർട്ടുകൾക്ക് 50% ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 ഷർട്ട് വെച്ച് അതും വാങ്ങിച്ചു. ദെൻ അത് കഴിഞ്ഞ് ബില്ലിംഗ് കൗണ്ടറിൽ കുറേ നേരം വെയിറ്റ് ചെയ്തു. കാരണം ഫുൾ തിരക്കും അവിടെ ആയിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പോൾ ഓണം ഷോപ്പിങ്ങിന് പ്ലാൻ ചെയ്യുന്നവർ ഡ്രസ് വേൾഡിലേക്ക് വരാം. കാരണം നല്ല ഡിസ്കൗണ്ടും ഉണ്ട്, നല്ല കളക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് നൂർജഹാനിലേക്ക് പോയത്. ഇതിൽ ഏറ്റവും കുറവ് ടൈം എടുക്കുന്നത് എൻ്റെ ഡ്രസ്സ് എടുക്കാനാണ്. കാരണം എനിക്ക് ആദ്യം കാണുന്നത് ഇഷ്ടമായ പിന്നെ ഞാൻ സെർച്ച് ചെയ്യാൻ നിൽക്കില്ല. ഇപ്പോൾ ഇവിടെയും ഡിസ്പ്ലേക്ക് ഇട്ട ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അത് തന്നെ എടുത്തു. വേറെ കളക്ഷൻസ് ഞാൻ നോക്കിയ പോലും ഇല്ല. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ കഴിക്കാനെത്തി. കുട്ടികളെല്ലാവരും ചിക്കൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു. എനിക്ക് റാവുത്തർ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് നൂർജഹാനിലൊരു സ്പെഷ്യൽ തമിഴ്നാട് ബിരിയാണി ഉണ്ടാവും. പക്ഷെ അന്ന് അതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും മീൽസും മേടിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ചു. രാത്രിക്കുള്ളത് പാർസലും മേടിച്ചു അവിടെ നിന്ന് ഇറങ്ങി. ദെൻ വരുന്ന വഴിക്ക് പച്ചക്കറികളും കൂടെ മേടിച്ച് വന്നു. കുട്ടികളൊക്കെ വണ്ടി കയറിയതും ഉറങ്ങി. എല്ലാവരും വീട് എത്തിയിട്ടാണെന്ന് ഉണർന്നത്. അപ്പോൾ വീടെത്തുമ്പോൾ 4 മണി കഴിഞ്ഞു. അപ്പോൾ വീടെത്തിയതും ഒന്ന് റിലാക്സ് ആയ ശേഷം കുട്ടികളൊക്കെ അവരുടെ ഡ്രസ്സുകളൊന്നും ഇട്ട് നോക്കി. ഞാനും എൻ്റെ കുർത്ത ടോപ്പ് ഷേപ്പ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. കാരണം ലാർജ് സൈസായിരുന്നു. ഞാനത് ഷോപ്പിൽ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഇതെൻ്റെ 3rd ലോങ് വീഡിയോ ആണ്. സ്റ്റിൽ ഒരുപാട് പെർഫെക്ഷൻസ് ഇനിയും ചെയ്യാറുണ്ട്. എഡിറ്റിംഗ് പെർഫെക്റ്റ് ആക്കാനുണ്ട്. നിങ്ങളും നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റിൽ പറയുക. അപ്പോൾ ഞാൻ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.